എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ പാട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരൊറ്റ പാട്ടിൽ 4 തരം ഇമോഷൻസ്, അതുപോലെ 4 രാഗങ്ങളിലാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 4 സ്റ്റാൻസ, 4 രാഗങ്ങൾ, 4 തരം ഇമോഷൻസിൽ. ഫസ്റ്റ്, സുന്ദര സ്വപ്നമേ നീ എനിക്കേകിയ വർണ്ണ ചിറകുകൾ വീശി. ഇത് കല്യാണി എന്ന രാഗം, നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കുന്ന, അതുപോലെ ജോയ്ഫുൾ ആയിട്ടുള്ള രാഗമാണ് കല്യാണി. കല്യാണി രാഗത്തിൽ നിന്ന് ഇനി വസന്ത രാഗത്തിലേക്ക് മാറുകയാണ്. രാഗസങ്കൽപ്പ വസന്തവനത്തിലെ മാകന്ത മഞ്ജരി തേടി. ഇവിടെ വരുന്ന ഇമോഷൻ ലവ് ഓർ എക്സൈറ്റ്മെന്റ് ആണ് വരുന്നത്. അതായത് ആ സിനിമയില് ഒരു സ്ത്രീ തന്റെ പാർട്ട്ണറിനോട് പറയുന്നതായിട്ടാണ്. ഇപ്പൊ ഈ പാടിയ 2 പോർഷൻസ് കേട്ടപ്പോൾ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തില്ലേ? നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇത് പാടിയിരിക്കുന്നത് പി ലീലാമ്മയാണ്. ഈ 2 പോർഷൻസും. ഇനിയാണ് ദാസേന്റെ വരവ്. ദാസേന്റെ എൻട്രി ഇനിയാണ്. താരുണ്യ സങ്കൽപ്പ രാസവൃന്ദാവന താരാപഥങ്ങളിലൂടെ പൗർണമി തിങ്കൾ തിടമ്പെഴും നള്ളിച്ച പൊന്നമ്പലങ്ങളിലൂടെ. ഈ രാഗം കാപ്പിയാണ്. ഇത് കേട്ടപ്പോൾ എന്ത് ഇമോഷനാണ് നിങ്ങൾക്ക് വന്നത്? ഒരു സാഡ്നെസ് ഫീൽ ചെയ്തില്ലേ? യെസ്, അത് തന്നെയാണ്. അതിന്റെ കൂടെ ഒരു ഭക്തി ഡിവോഷനും ഉണ്ട് ഈ കാപ്പി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പൂക്കാലമേന്തിയ താരകൾ നിൽക്കുന്ന ക്ഷേത്രാങ്കണങ്ങളിലൂടെ എന്നെ മറന്നു ഞാൻ, എല്ലാം മറന്നു ഞാൻ, എന്തിനോ ചുറ്റിപ്പറന്നു. ഇത് രാഗം ആഹിരിയാണ്. ഇത് കേട്ടപ്പോൾ എന്ത് ഫീലാണ് നിങ്ങൾക്ക് വന്നത്? ഒരു ഭയാനകമായ അല്ലെങ്കിൽ ടെൻഷനായിട്ടുള്ളൊരു ഫീല് നിങ്ങൾക്ക് വന്നില്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ 4 രാഗങ്ങൾ പാടിക്കഴിഞ്ഞു. ഇനി നേരെ പല്ലവിയിലേക്ക് പോയിട്ട് വേണമല്ലോ പാട്ട് എൻഡ് ചെയ്യാൻ. അപ്പോൾ ആഹിരിയിൽ നിന്ന് നേരെ ഉള്ള ട്രാൻസിഷനാണ് കല്യാണിയിലേക്ക്. ചുറ്റിപ്പറന്നു മക പകരിക സുന്ദര സ്വപ്നമേ. കല്യാണി ആയി കഴിഞ്ഞു. ഒരു മാജിക് ട്രാൻസിഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദേവരാജ മാസ്റ്റർക്ക് കുപ്പുകൈ. പിന്നെ ഇത് പാടിയ പി ലീലാമ്മ, ദാസേട്ടൻ, പിന്നെ ഇത് എഴുതിയ പി ഭാസ്കരൻ മാഷ്ക്കും എല്ലാവർക്കും എന്തൊരു മാസ്റ്റർ ക്ലാസ് കോമ്പോസിഷനാണ് ഇത്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധിക്കാനിടയായത്. അപ്പം തന്നെ ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഇത് കണ്ടിട്ട് എന്തായാലും ഈ പാട്ട് പോയി സ്പോട്ടിഫൈയിൽ ഇപ്പം തന്നെ പോയി കേൾക്കുക. എന്നിട്ട് താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.